ഒന്നും പറയണ്ട എൻ്റെ രാഘവ, ഞാൻ ആകെപ്പെട്ടു. എടോ, ഇവിടെ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഒരു വിചിത്ര ജീവി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ പണത്തിന് ഇത്രയും മാർത്തിയുള്ള ഒരു ജന്തുവിനെ കണ്ടിട്ടില്ല. എടോ, എം ബുക്കിൽ റോഡിൻ്റെ മെഷർമെൻറ്റ് എൻ്റർ സൈൻ ചെയ്താലല്ലേ എക്സിക്ക് വല്ലതും ചെയ്യാൻ പറ്റൂ. അതിന് ഈ അത് ചെയ്യില്ല. ചെയ്യണമെങ്കിൽ റോഡുണ്ടാക്കി കിട്ടിയതിൻ്റെ പകുതി പണം ഞാൻ അവർക്ക് കൊണ്ടുപോയി കൊടുക്കണമെന്ന്. എടോ, കള്ളപ്പണി ചെയ്ത് പൈസ ഉണ്ടാക്കിയ കോൺട്രാക്ടർമാർക്ക് അത് പറ്റും, എനിക്കത് പറ്റുമോ? നമ്മൾ നേരെ വാ നേരെ പോകുന്നുള്ള ആളുകളല്ലേ. അതുകൊണ്ടാണ് രാഘവ ഞാൻ പറയുന്നത്, നീ ഈ സാധനത്തിന് എങ്ങോട്ടേക്കെങ്കിലും സ്ഥലം മാറ്റ്. നീ അങ്ങനെ ചെയ്തു തന്നാൽ നിൻ്റെ പാർട്ടി ഫണ്ടിലേക്ക് ഒരു നല്ല തുക, അത് കടം വാങ്ങിയിട്ടാണെങ്കിലും ഞാൻ ചെയ്തു തരും. ഓ, തുകയൊക്കെ പിന്നെ പറയാടോ. തുക എന്ന് പറയുമ്പോഴേക്ക് ചാടി വീഴുകയാണ്, അതിൽ നല്ല യുവമാർക്ക് കൊടുക്കുകയാണ്. നമസ്കാരം സാർ. നമസ്കാരം. ആരെ സ്ഥലം മാറ്റുന്ന കാര്യമാണ് ഈ ബഹളം വെച്ച് സംസാരിക്കുന്നത്? നിങ്ങളുടെ തന്നെ, അല്ലാണ്ട് ആരെ? നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ യുടെ സ്വന്തം വല്യച്ഛൻ്റെ പെങ്ങളുടെ മകളുടെ ഭർത്താവാണ് ഈ മന്ത്രി. എന്ത്? ഈ യുടെ സ്വന്തം വല്യച്ഛൻ്റെ പെങ്ങളുടെ മകളുടെ ഭർത്താവാണ് ഈ മന്ത്രി. എങ്ങനെ? യുടെ ബന്ധുവാണ് മന്ത്രി. യുടെ ബന്ധുവാണ് മന്ത്രി? അപ്പൊ പിന്നെ അങ്ങനെ മാറ്റുമോ? അപ്പൊ മാറ്റില്ല. മാത്രമല്ല അവരിങ്ങോട്ട് റിക്വസ്റ്റ് കൊടുത്ത് വന്നാണ്. ഇനിയിപ്പോ നിങ്ങൾ മാറ്റിയും തന്നെ വെക്കുക, ഇനി വരാൻ പോകുന്ന ആൾ ഇതിൽ കൂടുതൽ കൈക്കൂലി വാങ്ങിക്കില്ല എന്ന് ആര് കണ്ട്? നിങ്ങൾ പെട്ട്. ഈ കേരളത്തിലെ റോഡുകൾ ഒരിക്കലും നന്നാവില്ല. അത് നന്നാവണമെങ്കിൽ നിങ്ങളുടെ ഈ ഡിപ്പാർട്ട്മെന്റേ എടുത്തു കളയണം. നിങ്ങൾ ഇവിടെ കിടന്ന് ഉറക്കെ സംസാരിക്കാതെ ആ SCയെ പോയി കാണുക, ഹെഡ് ക്ലാർക്കിനെ പോയി കണ്ടാൽ വല്ലതും നടക്കും. എന്തിനാണ് ഞാൻ അയാളെ പോയി കാണുന്നത്? അയാൾക്ക് വാങ്ങാൻ മാത്രം അറിയാം. റോഡിന്റെ മെഷർമെന്റ് എടുക്കാം, വരട്ടെ. പിന്നെ അതിനു മുമ്പ് വേറെ ചില മെഷർമെന്റ്സ് ഒക്കെ റെഡിയാക്കാനുണ്ട്, അറിയാലോ? അറിയണം. അറിയാത്ത പിള്ള ചൊറിയുമ്പോഴേ അറിയൂ. സാറേ നമസ്കാരം. നമസ്കാരം. സത്യശീലം ഇരിക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്നും പറയണ്ട സാറേ, ഞാൻ എൻ്റെ കാശ് മുഴുവൻ ഇപ്പം റോഡിലിറക്കിയിരിക്കുകയാണ്. എന്തിന്? അല്ല, ഒരു കള്ളപ്പണി ഇല്ലാണ്ട് റോഡ് പണി കംപ്ലീറ്റ് ആയി. എടോ, എന്തിന്? ആർക്ക് വേണ്ടി? തൻ്റെ റോഡ് പണി സ്റ്റീൽ പാത്രം പോലെയാണ്. എന്ത്? തൻ്റെ വീട്ടിൽ ഒരിക്കലും കേടുവരാത്ത പാത്രം ഏതാ? അതിപ്പോൾ എനിക്കറിയില്ല സാറേ, അത് ഭാര്യയോട് ചോദിക്കണം. എടോ, സ്റ്റീൽ പാത്രം താൻ മരിച്ചാലും ആ പാത്രം അങ്ങനെ തന്നെ ഇരിക്കും. അതെല്ലേ? അതുപോലെ റോഡ് പണിതാൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെന്ത് ചെയ്യും? ജനങ്ങളെന്ത് ചെയ്യും? പത്രക്കാരെന്ത് ചെയ്യും? തന്നെ പോലുള്ള കോൺട്രാക്ടർമാരെന്ത് ചെയ്യും? റോഡ് പണി എന്നൊക്കെ പറഞ്ഞാൽ കാശ് പാസ്സായി കിട്ടുന്നവരെ ഇങ്ങനെ ഭംഗിയിലെ കിടക്കണം. ഒരു മഴ പെയ്താൽ വിണ്ടു പൊട്ടണം. അപ്പം രാഷ്ട്രീയക്കാർ ബഹുജന പ്രക്ഷോഭമായിട്ടിറങ്ങും, പത്രക്കാർ വാർത്തയുമായിട്ടിറങ്ങും, തന്നെ പോലുള്ള കോൺട്രാക്റ്റുകാർ പുതിയ ടെൻഡറുമായിട്ട് വരും. ഞങ്ങളെ പോലുള്ളവർക്ക് കാര്യം ഉണ്ടാവും. എൻ്റെ സാറേ, ഞാൻ ഇന്ന് വരെ കള്ളപ്പണി ചെയ്ത് ശീലിച്ചിട്ടില്ല. ഇതാ പിന്നെയും പറഞ്ഞു. ഇനി നിങ്ങളായിട്ട് എന്നെ അതിൽ കൊണ്ടുപോയി ഇറക്കരുത്. നമ്മൾ എന്തിനാണ് റോഡ് പണി ചെയ്യുന്നത്? എന്തിനാ? കാശുണ്ടാക്കാൻ. കാശുണ്ടാക്കാൻ മാത്രമല്ല, അത് നല്ല രീതിയിൽ ആളുകൾക്ക് നടക്കണ്ടേ. ഇതൊന്നും എന്നോട് പറയണ്ട, സൂപ്രണ്ടിനെ കണ്ടു പറഞ്ഞാൽ മതി. എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങോട്ടേല്ലേ? അല്ല, അതെനിക്ക് മുമ്പേ അറിയായിരുന്നു. സാറേ, എന്താ ശ്വാസം മുട്ടലുണ്ടോ? ഡോക്ടറെ വിളിക്കണോ? മരുന്നെന്തെങ്കിലും പേടിക്കണോ? നല്ലടോ ചങ്ങായി, അവിടെ കുത്തിരിക്കില്ല. ഞാൻ ഒന്നെന്തായാലും ശ്വാസം മുട്ടലുണ്ടോ വിചാരിച്ചു. അതല്ല, ഇത് ഈ ശ്വസനക്രിയ, അതായത് ബ്രീത്തിങ് എക്സസൈസ്. എക്സസൈസ് ഒക്കെ വീട്ടിൽ കഴിഞ്ഞിട്ട് പോന്നാ പോരെ സാറേ? എന്നാ പിന്നെ ഇവിടെ അതിന് സമയം കളയണോ? ഇത് അങ്ങനല്ല, അത് വീട്ടിലൊരു നേരം ഇരുന്ന് ചെയ്യേണ്ടതല്ല. നമുക്ക് ദേഷ്യം വരുമല്ലോ, അങ്ങനെ ദേഷ്യം വരുന്ന സമയത്തൊക്കെ ഇതേമാതിരി ശ്വാസം അങ്ങനെ നല്ലോണം വലിച്ചിങ്ങോട്ട് എടുക്കുക, എന്നിട്ട് മെല്ലെ അങ്ങനെ വിടുക. അങ്ങനെ ആയാൽ നമ്മുടെ ദേഷ്യം കുറയുന്ന. ഇങ്ങനല്ല, ഞാൻ കാണിച്ചാ ഇതണ്ടാ, ഈ തള്ളവരിൽ ഇങ്ങനെ ഓടിക്കുക, ഇങ്ങനെ ഇതിവിടെ ഈ രണ്ടു വരിൽ ഇവിടെ. എന്നിട്ട് ആദ്യം ഈ സൈഡിൽ കൂടെ ശ്വാസം വിടുക. മൂക്ക് ശ്വാസം വിടുക ഒരു മൂക്കിൽ കൂടെ. എന്നിട്ട് ഈ വിരലോട്ട് കുത്തു വിളി. എന്നിട്ട് അങ്ങനെയാണ് ചെയ്യാ. അതെ. മുപ്പന്തിനാ ചെയ്യുന്നതാണ്. ദേഷ്യം വന്നിട്ട്. എന്തിന്? ഞാൻ എൻ്റെ ബില്ല് പാസ്സാക്കാത്തതുകൊണ്ട് നിങ്ങളെ 4 പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ദേഷ്യം പോട്ടെ. എന്നാ പിന്നെ അത് കുറച്ചു നേരം വലിക്കണതല്ലേ. ഇങ്ങനെ ശ്വാസം വലിച്ചു കയറ്റി കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്ത് ഭാര്യനോട് കൂടി 2 വാക്ക് പറഞ്ഞ് ദേഷ്യപ്പെടാൻ പറ്റൂല. അല്ലേ? ആശ്വാസം ഉണ്ട് കേട്ടോ. അല്ല, ഞാൻ ഇവിടെ വന്നിട്ട് ചെയ്യണ്. സാറേ, എൻ്റെ ആ ബില്ല്. സത്യശീല,
സംഗതി താൻ വളരെ സത്യസന്ധമായിട്ടാണ് ഇപ്പൊ ഈ റോഡ് പണിതേക്കണെന്നൊക്കെ ഉള്ളത് ഞാൻ കേട്ട്. അതെ സാറേ. അപ്പൊ ഞങ്ങളെ മറന്നു. നിങ്ങൾ ആരെയും മറന്നിട്ടില്ല. എല്ലാവരും എന്താ ഇവിടെ ഉണ്ട്. എൻ്റെ ആ ബില്ലൊന്നും ഇങ്ങോട്ട് പാസ്സായിക്കോട്ടെ. എല്ലാവർക്കുള്ള വീതവും ഞാൻ എത്തിക്കുന്നുണ്ട്. സത്യശീല, നമ്മുടെ ഇപ്പൊ ഈ പ്രസവത്തിന്റെ ഒരു ആവശ്യമായിട്ട് ലീവ് എടുത്ത് പോയിക്കായിരുന്നു. ഇപ്പൊ ഇന്ന് ചാർജ് എടുക്കും. ആ, അപ്പൊ നേരിട്ട് കണ്ട് കാര്യം പറഞ്ഞോ? വേണ്ട സാറേ, നേരിട്ട് കണ്ട് പറയാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സാറിൻ്റെ അടുത്ത് വരുന്നത്. ഒരു ഒപ്പ് അത്രേ വേണ്ടു. ഒരു ഒപ്പിന് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ അവരുടെ തറവാട്ടിൽ പോയി ഭാഗം ചോദിക്കണ പോലെയാണ് ദേഷ്യമാണ് അവർക്ക്. അതൊക്കെ ശരി തന്നെ.